ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിനു കഴിഞ്ഞില്ല. ചൈതന്യമേ, ആത്മസായുജ്യമേ, രാഗമായി താളമായി വേദിയിൽ നിറയൂ, ആദിചൈതന്യമേ, ആത്മസായുജ്യമേ, താളമായി വേദിയിൽ നിറയൂ, പ്രണാമം 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 പ്രണാമം. താമസകന്നു വെളിച്ചമേകാൻ വേദിയുണർന്നു, മനസ്സുണർന്നു, ചടുല താളലയങ്ങളുണർന്നു, സരിഗാരി സനി സരി ഗഗ ഗരി രി സ സ സനി സരി ഗഗ ഗരി രി സ സ സനി നി നി ധ ധ പ സരി സ ഗ ഗരി ഗരി മ മ ഗ మ గ ప ప మ ప మ ద ద ప ద ప ని ని ధ ని ధ స స ని స ని రి రి సరి స గ గరి గరి మా. ആദി ചൈതന്യവും പരമകാരുണ്യകനുമായ തമ്പുരാനിൽ മാത്രം ആശ്രയിച്ച് ഒരു പുതിയ പുറപ്പാട്. മലബാർ കുടിയേറ്റം കേരളം കണ്ട ഏറ്റവും വലിയ പ്രവാസം. കപ്പത്തണ്ടും കൈക്കോട്ടും അധ്വാനശീലവുമായി ഈ നാട് തേടിയെത്തിയവർ. അനന്തമായ പ്രവാസം. പിറന്നൊരി മണ്ണും മാറുകില്ല, നിറഞ്ഞൊരി കണ്ണും തോരുകില്ല, പിറന്നൊരി മണ്ണും മാറുകില്ല, നിറഞ്ഞൊരി കണ്ണും തോരുകില്ല, നിശയും നിലാവും പകലും വേനൽ കാറ്റും മഴയും തൂമഞ്ഞും നിഴലാടും നേടും എന്തിനോ ഈ യാത്രയ്ക്കൊരു അവസാനവുമില്ലേ? ഈ കാട്ടിൽ ഇതെങ്ങോട്ടെന്ന് വെച്ചാ?
ഇനി കുറച്ചു നേരം ഒന്ന് ഇരിക്കാം. എന്റെ ഈശോയെ, ഇതെന്തൊരവസ്ഥ! യൂദന്മാരുടെ രാജാവായ നസ്രായനാമീശോയെ, ഇടിയിൽ നിന്നും മിന്നലിൽ നിന്നും ഭീകരമാം കാറ്റിൽ നിന്നും പെട്ടെന്നുള്ള മൃതിയിൽ നിന്നും ഞങ്ങളെയെല്ലാം രക്ഷിക്കാം. പെട്ടെന്നുള്ള മൃതിയിൽ നിന്നും ഞങ്ങളെയെല്ലാം രക്ഷിക്കാം. ദേ, ആനപ്പിണ്ടം! ഈശ്വരാ, ആവി പറക്കുന്നുണ്ട്. പേടിക്കാതെ മക്കളെ, പേടിക്കാതെ. ദൈവമേ, ഞങ്ങളെ കാത്തോണേ. യൂദന്മാരുടെ രാജാവായ നസ്രായനാമീശോയെ, ക്ഷാമം ദുരിതം ഇവയിൽ നിന്നും പകരം വ്യാധികളിൽ നിന്നും അപകട മരണം തന്നിൽ നിന്നും ഞങ്ങളെ എന്നും രക്ഷിക്കാം. അപകട മരണം തന്നിൽ നിന്നും ഞങ്ങളെ എന്നും രക്ഷിക്കാം. ഉറച്ച ദൈവാശ്രയ ബോധവും ഇച്ഛാശക്തിയും കൈമുതലാക്കി വന്നു ചേർന്നവർ ഒന്നു ചേർന്ന് വിരചിച്ച അധ്വാനത്തിന്റെ സംഘഗാഥ. പക്ഷേ അനുവാദമില്ലാതെ നുഴഞ്ഞു കയറിയ ദുർഭൂതം എല്ലാം തകർത്തില്ലേ? മരത്തിനറിയാം ഇലകൾ കൊണ്ട് മറച്ച് സ്വയമൊന്നു ചെറുതാകാൻ, ഇലകളെല്ലാം പൊഴിച്ച് അല്പമൊന്നു വലുതാകാൻ, ചിലപ്പോഴൊന്ന് തളിർത്ത് പുതുജന്മത്തെ ഓർമ്മിക്കാൻ, മഴയത്തും വെയിലത്തും കുടയായി കൂട്ടാകാൻ മരത്തിനറിയാം. പക്ഷേ മനുഷ്യനറിയില്ലല്ലോ. ഇത് മനുഷ്യന്റെ അറിവില്ലായ്മയുടെ നേർപടം, കരുണ പറ്റാത്ത സ്നേഹത്തിന്റെ തിരസ്കരണം. വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്ത് ഓണാഘോഷങ്ങൾ പൊടിപൊടിക്കുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ നിന്നും നമ്മുടെ റിപ്പോർട്ടർ ഷിബു ലൈനിലുണ്ട്. ഷിബു, എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ? സുധി, ആലപ്പുഴ ജില്ലയിൽ ഓണാഘോഷങ്ങൾ പൊടി പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. മദ്യവിൽപ്പന 86 ലക്ഷം കവിഞ്ഞിരിക്കുന്നു. എന്നാൽ കോട്ടയം ജില്ല ആലപ്പുഴയെ കടത്തിവെട്ടുന്നതിനായി 90 ലക്ഷം രൂപയ്ക്ക് മദ്യം വിറ്റഴിച്ചിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയും എങ്ങനെയെങ്കിലും 90 ലക്ഷം കവിയണമെന്ന വാശിയിലാണ്. കണ്ണൂർ ജില്ലയും കാസർഗോഡ് ജില്ലയും തമ്മിലാണ് ഒന്നാം സ്ഥാനത്തിനായുള്ള പോരാട്ടം. 1 കോടി രൂപ കവിയാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം മതി. സുധി, മലയാളി മദ്യം മത്സരിച്ചു കുടിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. സുധി, നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ കേട്ടില്ലേ? അപകടം ആ വളവിൽ തന്നെ. അലസതയുടെ വളവ്, ഉന്മാദത്തിന്റെ വളവ്, ദുരന്തങ്ങളുടെ വളവ്. ലഹരി പാനീയങ്ങളുടെ പിന്നാലെ ഓടാൻ വേണ്ടി അതിരാവിലെ ഉണരുകയും വീഞ്ഞു കുടിച്ച് മതിക്കാൻ വേണ്ടി ഉറങ്ങാതിരിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. ലോൺ എടുത്ത് വാങ്ങിച്ച ഒരു പശുവാ. ആ നെറ്റി ചുറ്റിയുള്ള പശുവല്ലേ? എന്നാ പറ്റി? എന്ത് പറ്റാൻ, ചത്തുപോയി. ആണ്ടക്കേടാ, എങ്ങനെ? കുറ്റിയടിച്ച് കെട്ടിയതാ എന്റെ ചേട്ടാ. കെട്ടിയ കുറ്റിയെ ചുറ്റി ചുറ്റി കഴുത്തുടക്കി കണ്ണ് തുറിച്ച് ആ പശുക്കുട്ടി ചത്തു. അയ്യോ, കഷ്ടമായി പോയി. അതെയല്ലേ, ഒരു പശു ചത്തപ്പോൾ ഇത്രയും സങ്കടം. തിന്മയെ ഗർഭം ധരിച്ച് അനീതിയെ പ്രസവിക്കുന്ന പിശാചിന്റെ ഈ പെരുങ്കുറ്റിയിൽ ചുറ്റി നശിക്കുന്നവരെത്ര. ആ കുറ്റി ഏതാണെന്ന് അറിയണ്ടേ? നാശത്തിന്റെ കുറ്റി, ചെകുത്താന്റെ കുറ്റി, കുടുംബം കലക്കുന്ന കുറ്റി, നാട് മുടിക്കുന്ന കുറ്റി. പ്രിയമുള്ളവരെ, സ്വർഗം പോലെയുള്ള നിങ്ങളുടെ കുടുംബം നശിപ്പിച്ച് നാറ്റിക്കാൻ, നിങ്ങളുടെ സമാധാനം കെടുത്തി പണ്ടാരമടക്കാൻ ഇതാ വരുന്നു ഈ പെരുങ്കുറ്റി. ആശാനെ, ഈ കുറ്റി എവിടെയാ വെക്കേണ്ടത്? വടക്കോട്ടൊന്ന് നോക്കി, നോക്കി, തെക്കോട്ടൊന്ന് തിരിഞ്ഞ്, തിരിഞ്ഞ്, കിഴക്കോട്ടൊന്നും മാന്തി, മാന്തി അവിടെ ഞാനും കൊണ്ട കൂത്ത്. ഹേയ് കുറ്റിയടിക്ക്, കുറ്റിയുറയ്ക്ക്, നമ്മുടെ കുറ്റി, സുന്ദരൻ കുറ്റി, കുറ്റിയടിക്ക്, കുറ്റിയുറയ്ക്ക്.
ഇതെന്റെ കുറ്റി, ഇതെന്റെ കുറ്റി, ഇതെന്റെ കുപ്പി, ഇതെന്റെ കുപ്പി, ഇതെന്റെ ഹോബി, ഇതെന്റെ ഹോബി, ഇതെന്റെ നീതി, ഇതെന്റെ നീതി, ഇതെന്റെ കുറ്റി, ഇതെന്റെ കുപ്പി, ഇതെന്റെ ഹോബി, ഇതെന്റെ നീതി. ഇതെനിക്ക് വേണം എപ്പോഴും എല്ലാത്തിനും. കെട്ടിയ പെണ്ണിന് വയറു വിശേഷം, ആഹ്ലാദം പരമാഹ്ലാദം, ദിനമെണ്ണുമ്പോൾ എന്തൊരു ടെൻഷൻ, ആശ്വാസം പരമാശ്വാസം, വയറൊഴിഞ്ഞു ഉണ്ണി പിറന്നു, ആനന്ദം പരമാനന്ദം, അധ്വാനിച്ചഹ തളർന്നിടുമ്പോൾ ആശ്വാസം പരമാശ്വാസം, മരിച്ച വീട്ടിൽ ചെന്നാൽ അവിടെ ഉറക്കളയ്ക്കാൻ കുപ്പിമതി. ആ ക്രിസ്മസ് വന്നു, താകൃത തരികിട, റംസാൻ വന്നു, താകൃത തരികിട, ഓണം വന്നു, താകൃത തരികിട, കല്യാണത്തിന് താകൃത തരികിട, രാഷ്ട്രീയത്തിൽ താകൃത തരികിട, അങ്ങനെ അങ്ങനെ താകൃത തരികിട, എന്തിനും ഏതിനും താകൃത തരികിട, താകൃത തരികിട, താകൃത തരികിട, താകൃത തരികിട, താകൃത തരികിട. മദ്യം പാമ്പിനെ പോലെ കടിക്കുകയും അണലിയെ പോലെ കൊത്തുകയും ചെയ്യും. ഏതാഘോഷങ്ങളിലും പ്രധാന അതിഥിയാകുന്ന പിശാചിന്റെ ഈ പാനീയം യേശു തമ്പുരാന്റെ തിരുച്ചോരിയോടുള്ള പരസ്യ വഞ്ചനയാണ്. കെട്ടിയ കുറ്റിയിൽ ചുറ്റി ചുറ്റി മരണം ഇരന്നു വാങ്ങുന്ന കന്നുകാലിയെ പോലെയാണ് മദ്യത്തിനടിമയായ മനുഷ്യൻ. തീ കൊണ്ട് തലചൊറിയുന്ന വിഡി, നീ തിരിച്ചറിയുന്നുവോ നിന്റെ ദുരന്തത്തിന്റെ ആഴവും പരപ്പും? തീ ഊതിയാൽ കത്തും, തുപ്പിയാൽ കെടും. മദ്യമെന്ന വിനാശകാരിയായ തീയുടെ നേരെ ഒന്ന് കാറിത്തുപ്പാൻ നന്മയ്ക്ക് നേരെ മറച്ചു പിടിച്ചിരിക്കുന്ന എല്ലാ മുഖങ്ങളും ഉണരട്ടെ. അറിവിൻ കതിരൊളി നിറവിൽ നൽകണേ, അനുപമ ജ്യോതിസേ പരമ്പൊരുളേ. അറിവിൻ കതിരൊളി നിറവിൽ നൽകണേ, അനുപമ ജ്യോതിസേ പരമ്പൊരുളേ. എരിയും തിരികളായി അഗ്നിനാളങ്ങളായി പടരൂ, ചൊരിയൂ തമസകറ്റൂ. എരിയും തിരികളായി അഗ്നിനാളങ്ങളായി പടരൂ, ചൊരിയൂ തമസകറ്റൂ. അറിവിൻ കതിരൊളി നിറവിൽ നൽകണേ, അനുപമ ജ്യോതിസേ പരമ്പൊരുളേ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അന്തോണിച്ചേട്ടന്റെ വീട്? എന്തൊരു സന്തോഷമാ അവിടെ, എന്തൊരു സ്നേഹമാ അവിടെ. സ്നേഹം പൂത്തിറങ്ങിയതുപോലെയുണ്ട്. അമ്മച്ചേ, ദാ അപ്പച്ചൻ വന്നു. ഹായ് അപ്പച്ച, എന്താ സഞ്ചിയില്? നിങ്ങൾക്കുള്ള പതിവൊക്കെ ഉണ്ട്. ഓ, മക്കൾക്ക് എന്ന് സ്പെഷ്യല്. ഇവിടെ ഒരുത്തി അടുക്കളയിലുണ്ട്. നിനക്ക് മുണ്ടടി മോളിക്കുട്ടി ഈ പലഹാരം. മുരിങ്ങക്കായും ചെമ്മീനും ചക്കക്കുരുവിലിട്ട് കറി വെക്കാൻ. അല്ല പിന്നെ. നീ ചോദിക്കടി. അപ്പച്ച, സ്കൂളിൽ നിന്ന് സ്റ്റഡി ടൂർ പോകുന്നുണ്ട്. ഞങ്ങളും പൊക്കോട്ടെ? കൊച്ചുവരമ്പിന്മേലെ കൊയ്തെടുക്കണ കതിരോണ്ട് നാടാകെ കല്യാണ സദ്യയൊരുക്കണ്ടേ, ഈ നാടാകെ പൊന്നോണ ചന്തമൊരുക്കണ്ടേ. തന്താനന്നെ
ആ മക്കളെ, ടൂറിന് പോകുന്നതൊക്കെ കൊള്ളാം. ഓരോ യാത്രയും ഓരോ അനുഭവമാകണം. അതുപോലെ തന്നെ ഓരോ യാത്രയിലും ഒരുപിടി അപകടങ്ങളും പതിയിരിപ്പുണ്ട്. നിങ്ങൾക്കറിയോ, വീട് വിട്ടാൽ തിരിച്ചെത്തുന്നത് വരെ ഞങ്ങളുടെ നെഞ്ചിൽ തീയ. അതാ മക്കളെ കാലം. ഓ, പേടിക്കാതെ അമ്മച്ചി. ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണെന്നും വിശുദ്ധി ദൈവം കൊതിക്കുന്ന പുണ്യമാണെന്നും അമ്മച്ചി തന്നെയല്ലേ ഞങ്ങളെ പഠിപ്പിച്ചത്. പാപം ചെയ്ത് നരകശിക്ഷ ഏറ്റുവാങ്ങാൻ ഞങ്ങളെ കിട്ടില്ല. വേണ്ടി വന്നാൽ മറ്റൊരു മരിയ ഗുരേത്തിയാകുവാനും ഞങ്ങൾക്ക് മടിയില്ല. വല്യമ്മച്ചി പഠിപ്പിച്ചു തന്ന ആ പ്രാർത്ഥനയും ചൊല്ലിയാണ് ഞങ്ങൾ ഓരോ ദിവസവും ആരംഭിക്കുന്നത്. ഞങ്ങളുടെ തമ്പുരാനെ, ആകാശ കാഴ്ചകൾ കാണാതിരിക്കാനും നിരൂപിക്കാതിരിക്കാനും ഞാനിതാ എന്റെ കണ്ണുകളെ തുറക്കുന്നു. ആ മക്കളെ, ഞാൻ അപ്പുറത്തെ വീട്ടിലോട്ടൊന്ന് ചെല്ലട്ടെ. അവന്മാര് കാണണമെന്ന് പറഞ്ഞത് എന്തിനാണാവോ? എന്തിനാ? ആ കൂട്ടത്തിൽ ശരിയല്ല. വീഞ്ഞു കുടിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടരുതെന്ന് വചനം പറയുന്നില്ലേ? നീ ചുമ്മാതിരി, ഞാനിപ്പോ വരാം. മക്കളെ, അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കണേ. ഓ, അപ്പച്ചന്റെ കാര്യം അപ്പച്ചൻ നോക്കിക്കോളും. അമ്മച്ചി ഇങ്ങ് വാ. എനിക്ക് വേണ്ട ഇഷ്ടം ഞാനില്ല. അന്ന് അന്തോണിക്ക് പിഴച്ചു. സുഹൃത്തുക്കൾ വെച്ച് നീട്ടിയ പ്രലോഭനത്തിൽ ആദ്യമായി വീണു. ആ വീഴ്ച വലുതായിരുന്നു. ഇന്നത്തെ അന്തോണി ചേട്ടനെ കാണണ്ടേ? തീയിലേക്ക് ചെന്നു ചാടിയ ഇയാം പാറ്റ. പലക്കരം കൊച്ചുണ്ടെന്നെ എന്നെക്കൊണ്ടാരും തെന്നിക്കല്ലേ തെന്നിക്കല്ലേ തെന്നിക്കല്ലേ. ഇതാരൊക്കെയായിട്ട് എല്ലാവരും ഉണ്ടല്ലോ. അന്തോണിച്ചിട്ട് ആരും അങ്ങനെ അങ്ങ് വില വെക്കാൻ എന്ന് കരുതണ്ട. അച്ഛോ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ്റെ ഒരു കാര്യം നാട് നന്നാക്കാൻ ഇറങ്ങിയിരിക്കുക. നന്നാകില്ല അച്ഛോ, ആരും നന്നാവില്ല. ഇതാണ് നമ്മുടെ പുതിയ അന്തോണി ചേട്ടൻ. ഞാനാ അന്തോണി. ഫുൾ ടൈം ആള് ഫിറ്റാ. ചേട്ടന് പെൺമക്കള് രണ്ടല്ലേ? അതാ, രണ്ട് സുന്ദരി മക്കളാടാ അന്തോണിയുടെ സമ്പത്ത്. അപ്പോ നമ്മൾ അന്തോണി ചേട്ടനെ ഒന്ന് സ്നേഹിക്കണ്ടേ? അന്തോണി ചേട്ടൻ ഇങ്ങോട്ട് ഇരി. പിടിക്കൽ. എന്താടാ മക്കളെ, അന്തോണി ചേട്ടൻ ഇപ്പൊ ആനപ്പുറത്താന്നോടാ? ഓ മക്കളെ, എന്തോന്നാടാ ഇത്? അന്തോണി ചേട്ടനെ നിങ്ങൾ സ്നേഹിച്ചു കൊല്ലുവാനോടാ? അന്തോണി ചേട്ടന് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും, എന്തും തരും. പോയില്ല മക്കളെ, അന്തോണി ചേട്ടനെ നിങ്ങൾ ഇങ്ങനെ സ്നേഹിക്കലടാ. അന്തോണി ചേട്ടനെ നിങ്ങൾ ഇങ്ങനെ സ്നേഹിക്കലടാ. നിങ്ങളെല്ലാം അന്തോണി ചേട്ടൻ്റെ മക്കളാടാ. നിങ്ങളെല്ലാം അന്തോണി ചേട്ടൻ്റെ മക്കളാടാ. നിങ്ങളെല്ലാം അന്തോണി ചേട്ടൻ്റെ. അങ്ങനെ അന്തോണി ചേട്ടൻ ഫ്ലാറ്റ്. ഇനി നേരം കളയണ്ട, വേഗം വാ. ഇത് അച്ഛൻ ഉറങ്ങുന്ന വീട്, അമ്മ ഉറങ്ങാത്ത വീട്. അമ്മേ, അപ്പച്ചൻ വന്നില്ലല്ലോ. ഹോ, ഇന്ന് വരണ്ടായിരുന്നു. വന്നാ കിടത്തി ഉറക്കുവോ? ഇങ്ങനൊരു അപ്പച്ചൻ ഇല്ലാത്തതാ ഭേദം. അങ്ങനെ പറയരുത് മക്കളെ. അപ്പച്ചനെയല്ല വെറുക്കേണ്ടത്, അപ്പച്ചന്റെ മദ്യപാന ശീലത്തെയാ. എങ്ങനെയാ അമ്മേ വെറുക്കാതിരിക്കുന്നത്? നാട്ടിൽ തലയുയർത്തി നടക്കാവോ? കൂട്ടുകാരികളുടെ കളിയാക്കലും ഒറ്റപ്പെടുത്തലും മടുത്തമ്മേ. ഒക്കെ ശരിയാകും മക്കളെ. ചേർത്തിയായി, അന്തോണി ചേട്ടൻ ഇന്നും കാണേല. കൂട്ടിന് വേണേ പോടാ അവിടുന്ന്. പൊക്കോണം മാറി. തള്ളിയാൽ തുറക്കുന്ന ഈ വാതിലിനും ഇപ്പുറം ഈ മക്കളെയും കൊണ്ട് ഞാൻ. അമ്മേ, പട്ടി പോ പട്ടി അവിടുന്ന്. മക്കളെ, ഇത് വേറെയാ. എറിഞ്ഞാലും പോകാത്ത മാംസം കൊതിക്കുന്ന ഇരുകാലി നായ്ക്കൾ. ഇതവരാ.
ത്രൈശുദ്ധ ദൈവത്തിൻ വാസഗൃഹത്തിനെ അന്ധകാരാഗ്നിക്ക് ഇരയായി നൽകണോ? പോയ ദിനങ്ങൾ പോയതെന്നറിയുക, ഇന്നിൽ കൊഴിയാത്ത കതിര് തിരക്കുക, ഇന്നിൽ കൊഴിയാത്ത കതിര് തിരക്കുക. പാലക്കാരൻ കൊച്ചനെ എന്നെ കൊണ്ടാരും തെന്നിക്കല്ലേ. അന്തോരൻ ചേട്ടൻ്റെ മക്കളാടാ, അന്തോരൻ ചേട്ടൻ്റെ സമ്പത്ത്. പോടാടുന്ന് മക്കളെ എന്താടി മോളിക്കുട്ടിയെ, എന്താ പറ്റിയേ? അടുക്കരുത്, അടുത്തു വരരുത്. ഞങ്ങൾക്ക് നിങ്ങളെ പേടിയാ. എവിടെയായിരുന്നു ഇതുവരെ? വീട്ടിലുള്ള മക്കളുടെ മാനം കാക്കാൻ കഴിയാത്ത അപ്പനെ ഞങ്ങൾക്ക് വേണ്ട. മക്കളെ, അയ്യോ പിഴച്ചു പോയല്ലോ ദൈവമേ. എന്റെ മക്കളെ ഞാൻ കുരുതി കൊടുത്തല്ലോ. നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്നും മറച്ചിരിക്കുന്നു. പറ്റിപ്പോയി. ഇനിയില്ല. എനിക്കെന്റെ മക്കളെ വേണം. മക്കളെ അപ്പനോട് പോർക്കുവോ? അന്തോരി പിഴച്ചോനാ. നിങ്ങളും പിഴക്കല്ലേ. കുടുംബത്തിലോട്ട് തീ കോരിയിടല്ലേ. ഈ അഴുക്കിന് ഞങ്ങളെ തളർത്താനാവില്ല. അപ്പച്ചൻ ഞങ്ങളുടെ പൊന്നപ്പച്ചൻ തന്നെയാ. എന്റെ പൊന്നെ ദൈവമേ, എന്റെ തമ്പുരാനില എന്റെ ലഹരി. ദൈവത്തിന്റെ കരുതലും സ്നേഹവും തരുന്ന ലഹരിക്കപ്പുറം ഇവിടെ ഏത് ലഹരിയാ ഉള്ളത്? ഈ ലോകം വെച്ച് നീട്ടുന്ന നക്കാപ്പിച്ചകൾക്ക് വേണ്ടി പണയം വയ്ക്കാനുള്ളതല്ല എന്റെ നാഥനെ, എന്റെ തമ്പുരാനെ. നിന്റെ കരുതലാണ് എന്റെ സമ്പത്ത്, അവിടുത്തെ സ്നേഹമാണ് എന്റെ ലഹരി. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഏകരക്ഷകനായ യേശുവിനോട് ചേർന്ന് നിന്നാൽ ഒരു പ്രലോഭകനും നമ്മെ തകർക്കാനാവില്ല. മക്കളെ, നിങ്ങൾക്കെല്ലാം അറിവുണ്ട്, പക്ഷേ ഈ തിരിച്ചറിവുണ്ടോ? ശവങ്ങളെ കൊത്തിവലിക്കുന്ന കഴുകന്മാരെ നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാം. ജീവിച്ചിരിക്കുന്നവരെ കൊത്തിവലിക്കുന്ന ഇരുട്ടിന്റെ കഴുകന്മാരെ ആട്ടിപ്പായിക്കാൻ ജപമാലയേന്തിയ ഈ വലം കൈ നമുക്ക് നാഞ്ഞു വീശാം. അറിയുക നിങ്ങൾ അഗ്നിശലഭം, അറിയുക നിങ്ങൾ അഗ്നിശലഭം, ചതിച്ചിറകരിഞ്ഞഗ്നി വഴികളിൽ വീഴുവോ? വഴിപിഴയ്ക്കുന്ന വിഘടന കഴുകന്റെ ചിറകരിഞ്ഞതിൻ തൂവലാൽ മാനവ പ്രണയവർണ്ണ കൊടിക്കൂറതുന്നിടാ.
ഒരു പുലർകാല സൂര്യാംശുതൻ ചെറുകുളിർ വെയിൽ ചൂടിൽ വിരിയട്ടെ പൂവുകൾ. ഒറ്റ പതിപ്പ് മാത്രമുള്ള പുസ്തകമാണ് ജീവിതം. ഓരോ ദിനവും ഓരോ പേജുകൾ. ഓരോ പേജിലും മഹത്തരമായത് മാത്രം എഴുതി ചേർക്കുവാൻ ക്ഷമിച്ച് മടുക്കാത്ത എന്റെ ഈശോയെ അങ്ങ് കൂടെ ഉണ്ടാകണമേ. കടലിൽ കരയിൽ വാനിൽ പൂവിൽ നിന്നുടെ നാമം പുലരട്ടെ. ഉന്നത വിളവും സർവൈശ്വര്യവും നാളിൽ നാളിൽ വളരട്ടെ. ഉന്നത വിളവും സർവൈശ്വര്യവും നാളിൽ നാളിൽ വളരട്ടെ. ിനുണ്ടായി രണ്ടു മക്കൾ, ഒന്നാമൻ ഏസാവും രണ്ടാമൻ യാക്കോബും. യോർദാന നദീതീരത്തുള്ളൊരു രാജ്യത്ത്, ഗലീലിയ എന്നൊരു രാജ്യത്ത്, കടൽ